ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ കുറേ ആയില്ലേ വന്നിട്ട്. ഇതായാലും നമുക്ക് ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുഞ്ഞുമോനൊന്ന് പാടത്തേക്ക് അവൻ്റെ ഉപ്പപ്പാൻ്റെ കൂടെ നനക്കാൻ പോയതായിരുന്നു. ഉപ്പപ്പാക്കൊരു ഹെൽപ്പിന് പോയതായിരുന്നു. അപ്പോൾ ഒരുപാട് മാങ്ങ പെറുക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അതുകൊണ്ടൊന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ഓനക്ക് ഒരുപാട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ എടുത്തുകൊണ്ട് തൊലി കളയാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ച്. ശർക്കരയിൽ ഒരുപാട് കച്ചറ ഉണ്ടാവുന്നതുകൊണ്ട് അത് തരിച്ചുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയൊക്കെ വെച്ചിട്ടോ. എന്നിട്ട് തേങ്ങ പൊളിച്ചിട്ട് അത് പൊളിപ്പിച്ച് അത് ചിരകാനുള്ള പണി അവർക്ക് കൊടുത്തു. അതൊക്കെ ഓനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഓന് ഉഷാറായിട്ട് കൈകാര്യം ചെയ്തിട്ടോ. മാങ്ങൊക്കെ പൊളിച്ചിട്ട് ഉഷാറാക്കിങ്ങാണ്ട് ഞാനത് ചട്ടിക്ക് ഇട്ട് എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിക്ക് ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് അത് മൂടി വെക്കുക. അപ്പോഴാട്ടോ ഞാൻ ഉപ്പിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. ഒരു നുള്ളു ഉപ്പിടണം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാങ്ങയും നന്നായിട്ട് മധുരം ഉണ്ടാവും, പോരാത്ത നമ്മൾ ശർക്കര പാനി ഒഴിക്കുമല്ലോ. അപ്പോൾ അതിന് ആവശ്യത്തിന് നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മൺപാത്രം ആയതുകൊണ്ട് അതിൻ്റെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവണം. മാങ്ങേൻ്റെ കയമ്പൊക്കെ ഒന്ന് വെള്ളത്തിക്കൊന്ന് ഇങ്ങനെ അരിഞ്ഞു ചേരുക. ഇത് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ പഴുത്ത മാങ്ങ കിട്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപ്പാക്ക് കൊടുത്തപ്പോൾ ഉപ്പ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഉപ്പാക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പം എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയത് പറയുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ കുറുകി ഇങ്ങനെ വരുന്നത്. ഇതിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് ക്യാമറ ഒന്നൊരു വൃത്തിയായി കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വെന്ത് ഇങ്ങനെ അലിയൽ തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല മാങ്ങയ്ക്കും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെയ്ഷുട്ടി ഇത് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കണമൊക്കെ കണ്ടിട്ട് അടുപ്പിക്ക് ചൂണ്ടി കാണിച്ചിരുന്നുണ്ട്. ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല. അത് ചൂടല്ലേ. ഞാൻ ഇങ്ങനെ ശർക്കരപ്പാനി ഇങ്ങനെ ചൂടായിട്ടിങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ തൊട്ട് താമസിച്ച് കണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോന്. ഓനക്കും മനസ്സിലായിക്കണം ഉമ്മച്ചി എന്തോ ഒരു പൊല്ലാപ്പിൽ ഏർപ്പെട്ടിരിക്കുക എന്നുള്ളത്. ഇനി ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരൂലേ, അപ്പോൾ നെയ്യ് ഒരു 1.5 ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യ് അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോഴല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അരമുറി തേങ്ങ ചിരകിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക. കൂടുതൽ എരിവ് വേണ്ടേ. കൂടുതൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ അധികം പുളിപ്പില്ലാത്ത കുറച്ച് തൈരും, 1/2 ഗ്ലാസ് തൈര്. ഓവർ പുളിപ്പുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് മതി കേട്ടോ. എൻ്റെത് നന്നായിട്ട് പുളിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 1/4 ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരച്ചെടുക്കുക. എന്നിട്ട് അത് അതിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട്. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. കാരണം ഈ മൺചട്ടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കുമല്ലോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ഫ്ലെയിം ഒന്ന് കുറഞ്ഞ ഇതിൽ ഇട്ടിച്ചത്. കുറഞ്ഞ തീയിലാകുമ്പോൾ അടിക്ക് പിടിക്കൂലല്ലോ. പിന്നെ അതിലേക്ക് താളിപ്പിന് ആവശ്യത്തിന് എണ്ണകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. വെറും നെയ്യ് ഒരു ചട്ടിയിൽ കുറച്ച് 1.5 സ്പൂണൊക്കെ നെയ്യ് എടുത്തിട്ട് കടുകും ഉലുവയും പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് എടുത്ത് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. നല്ല ടേസ്റ്റിന് നമുക്കപ്പം തന്നെ തോന്നും. നമുക്കപ്പം തന്നെ കഴിച്ചു നോക്കാനൊക്കെ തോന്നും. പക്ഷേ ചൂടുകൊണ്ട് വയ്യല്ലോ. നെയ്ഷുട്ടി ഇങ്ങനെ ബേക്കിൽ മുന്നിലൊക്കെ നടക്കുന്നുണ്ട് ഇത് കിട്ടാൻ. പക്ഷെ ചൂടറിയിട്ടല്ലാതെ അവനക്ക് കൊടുക്കാൻ വയ്യല്ലോ. ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏതായാലും നമ്മളെ വീട്ടിലുള്ളവർക്കും അയൽവാസികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടത്. ഞാൻ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇനി ഉണ്ടാക്കി നോക്കണം. ഇനി മാങ്ങ കിട്ടട്ടെ. താങ്ക് യു ഓൾ.